എല്ലാവർക്കും ഓട്ടോമേഷൻ നിഞ്ച എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കരേട്ട യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്ന APIയുടെ റെസ്പോൺസ് അസേർട്ട് ചെയ്ത് നോക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ ഫീച്ചർ ഫയൽ എഴുതിയേക്കുന്ന സെനേരിയോസ് എല്ലാം ജസ്റ്റ് സ്റ്റാറ്റസ് കോഡ് വെച്ച് മാത്രമാണ് ഒരു വാലിഡേഷൻ പോയിന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരുന്നത്. സ്റ്റാറ്റസ് കോഡ് മാത്രം വാലിഡേറ്റ് ചെയ്തുകൊണ്ട് ആ API കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കില്ല. സ്റ്റാറ്റസ് കോഡ് നോക്കുന്നതിനോടൊപ്പം തന്നെ ആ APIയുടെ റെസ്പോൺസും കൂടെ നമ്മൾ അസേർട്ട് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇഗ്നോർ ടാഗ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. നമുക്ക് ഈ വീഡിയോയ്ക്ക് ആ ടാഗിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ആ ടാഗ് റിമൂവ് ചെയ്യുവാണ്. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് കരേട്ടയിൽ അസേർഷൻ ആഡ് ചെയ്യേണ്ടത് നോക്കാം. ഒന്ന്, കരേട്ടയുടെ കീവേഡ് ആയിട്ടുള്ള ഗീവൺ വെൻ ദെൻ അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അതിന് പകരം ഈ സ്റ്റാർ യൂസ് ചെയ്താലും ഈ ഗീവൺ വെൻ ദെൻ ആൻഡ് എന്നുള്ള കീവേഡിന് ഈക്വലൻ്റ് ആണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗീവൺ വെൻ ദെൻ യൂസ് ചെയ്യേണ്ടതിന് പകരം ഞാൻ ജസ്റ്റ് സ്റ്റാർ ആയിട്ട് മാറ്റി. പിന്നെ യൂസ് ചെയ്യേണ്ട കീവേഡ് മാച്ച് എന്നുള്ള കീവേഡാണ്. അപ്പം മാച്ച് യൂസ് ചെയ്താണ് നമ്മൾ അസേർഷൻ ചെയ്യുന്നത്. പിന്നെ ഈ ഡോളർ റെപ്രസെൻറ്റ് ചെയ്യുന്ന റെസ്പോൺസ് എന്ന കീവേഡിനെ തന്നെയാണ്. അപ്പോൾ റെസ്പോൺസ് എന്ന കീവേഡിനകത്താണ് നമ്മൾ ഹിറ്റ് ചെയ്യുന്ന APIയുടെ കംപ്ലീറ്റ് റെസ്പോൺസ് ഉള്ളത്. അപ്പം ഡോളറും റെസ്പോൺസും ഈക്വലൻ്റ് ആണ്. അതുപോലെ 12th ലൈനും 13th ലൈനും എഴുതിയേക്കുന്ന കാര്യം ഈക്വലൻ്റ് തന്നെയാണ്. ചില ഒരു ചെറിയ മൈനർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതുപോലെ റെസ്പോൺസും ഡോളറും കൂടെ ഒരുമിച്ച് എഴുതിയാലും സെയിം ആണ്. അപ്പം ഈ കാര്യം കരേട്ടയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ റീയൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാര്യം മെൻഷൻ ചെയ്തേക്കുന്ന കരേട്ടയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ലിങ്കിലേക്ക് പോവാം. അപ്പം ഇതാണ് ആ സെക്ഷൻ, റെസ്പോൺസ് എന്നുള്ള സെക്ഷൻ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ഈസിലി അസൈൻ ദ വോൾ റെസ്പോൺസ് ടു എ വേരിയബിൾ ആൻഡ് യൂസ് ലേറ്റസ്റ്റ്. റെസ്പോൺസ് എന്നുള്ള ഈ ഒരു കീവേഡിനകത്താണ് നമ്മൾ ഹിറ്റ് ചെയ്യുന്ന APIയുടെ കംപ്ലീറ്റ് റെസ്പോൺസ്. അപ്പം ഈ ഒരു സെക്ഷനിൽ പറഞ്ഞേക്കുന്ന ഈ 3 ലൈൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെസ്പോൺസ് ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന JSON റെസ്പോൺസ് അതിന് ഈക്വലൻ്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ സ്റ്റാർ യൂസിന് ചെയ്യുന്നതിന് പകരം തന്നെ യൂസ് ചെയ്തേക്കുന്നുള്ളൂ. നമ്മളത് സ്റ്റാർ ആക്കി മാറ്റി എന്നുള്ളൂ. അപ്പോൾ ദെന്നും സ്റ്റാറും എല്ലാം ഈക്വലൻ്റ് ആണ്. പിന്നെ കറസ്പോണ്ടിങ് റെസ്പോൺസുമായിട്ട് നമ്മൾ അസേർട്ട് ചെയ്ത് നോക്കുന്നു. അപ്പം 12th ലൈനാണ് നമ്മൾ ഫസ്റ്റ് അസേർഷൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന റിക്വസ്റ്റിൻ്റെ പേലോഡ് തന്നെ റെസ്പോൺസ് ആയിട്ട് വരുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് മാറ്റം വരുത്തേണ്ടത് JSON സെർവർ എന്നാണ് വരുന്നത്. അപ്പോൾ ആ ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ അതേ ചേഞ്ച് തന്നെ വരുത്തണം. ടൈപ്പ് കോഡ് ഓക്കെ, ഇവിടെ ആ ചേഞ്ച് തന്നെ വരുത്തണം. ഈ റെസ്പോൺസിൻ്റെ കൂടെ ഒരു ഐഡിയും കൂടെ ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് നോട്ട് നള്ളാണ്, നമുക്ക് ഓരോ തവണ പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ പുതിയ ID ആയിട്ടായിരിക്കും അത് വരുന്നത്, ഡൈനാമിക്. അത് നമുക്കൊരു ID ജനറേറ്റ് ആവുന്നുണ്ടോ, അത് നള്ളല്ലേ അല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അതിനുവേണ്ടി ഫസി മാച്ചിങ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് കരേട്ടയ്ക്കകത്ത്. അതായത് വരുന്ന IDയുടെ വാല്യൂ ഡൈനാമിക് ആവണം, നമ്മൾ അത് അത്ര നള്ളല്ല എന്ന് മാത്രം നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ഈ ഒരു പർട്ടിക്കുലർ നോട്ട് നൾ എന്നുള്ള ഈ ഒരു ഫസി മാച്ചർ യൂസ് ചെയ്ത്. അതുപോലെ ഈ പർട്ടിക്കുലർ ID ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫസി മാച്ചർ ഉണ്ട്. പിന്നെ ഇവിടെ നോട്ട് നൾ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തേക്കുവാണ്. അപ്പം ഈ 3 ലൈനും അസേർഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒന്ന് മാറ്റം, ഒന്ന് റെസ്പോൺസ് വരാൻ ഡോളർ എന്ന് കൊടുത്തു, ഇവിടെ റെസ്പോൺസ് തന്നെ യൂസ് ചെയ്തു, ഇവിടെ റെസ്പോൺസും ഡോളറും കൊടുത്തു. പിന്നെ
ട്വൽത്ത് ലൈനിൽ ഐ ഡി നള്ളല്ലാന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് 13th ലൈനിലെ ഐ ഡി നമ്മൾ ഇഗ്നോർ ചെയ്യുവാണ്. ഐ ഡിയുടെ വാല്യൂ എന്താണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ കീ തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ 13th ലൈനിലും നമ്മൾ ഐ ഡിയുടെ വാല്യൂ നള്ളല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. അപ്പം ഈ ഫസി മാച്ചിൻ്റെ കാര്യവും ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഫസി മാച്ചിങ് ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇഗ്നോർ എന്നൊരു ഒരു മാർക്കറുണ്ട്. മാർക്കർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കിപ്പ് കമ്പാരിസൺ ഫോർ ദിസ് ഫീൽഡ് ഈവൻ ഇഫ് ഡാറ്റ എലമെന്റ് ഓർ ജേസൺ കീ ഈസ് പ്രസന്റ്. ഇങ്ങനെ പർട്ടിക്കുലർ കീ ഉണ്ടെങ്കിൽ പോലും ആ കീ സ്കിപ്പ് ചെയ്യും. പിന്നെ നോട്ട് നൾ എന്നൊരു മാർക്കറുണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. എക്സ്പെക്ട് ആക്ച്വൽ വാല്യൂ ടു ബി നോട്ട് നൾ, അതായത് ഐ ഡിക്ക് ഒരു വാല്യൂ വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുവാണ്. നള്ളായിട്ടാണ് വരുന്നതെങ്കിൽ ആ അസേഷൻ ഫെയിൽ ആവും. ഇനി നമുക്ക് ഇതുപോലെ അസേഷൻസ് ബാക്കി സെനേരിയോസിലും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ഒരു പർട്ടിക്കുലർ സെനേരിയോ കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഹിറ്റ് ചെയ്യുന്ന എൻഡ് പോയിന്റിൽ നിലവിലുള്ള ഡേറ്റ നോക്കാം. 28 സെറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ട്. ഞാൻ എൻ്റെ ലോക്കലിൽ സെർവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ആദ്യത്തെ സെനാരിയോ മാത്രമാണ് ഞാൻ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റ് എന്നുള്ളത്. അപ്പം ബാക്കി സെനാരിയോസ് ഞാൻ ഇഗ്നോർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഇഗ്നോർ എന്നുള്ള ടാഗ് യൂസ് ചെയ്യാൻ പോവാണ്. ഫോർമാറ്റിങ് കറക്റ്റ് ആക്കുവാണ്. ഇപ്പം ഫസ്റ്റ് സെനാരിയോ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇഗ്നോർ ചെയ്യുവാണ്. എന്നിട്ട് ആ ഒരു സെനാരിയോ മാത്രം റൺ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സെനാരിയോ റൺ ചെയ്ത് കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ എൻഡ് പോയിന്റ് റീലോഡ് ചെയ്യുമ്പോൾ ID 29 ഉള്ള അതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് ജേസൺ സെർവറും ടൈപ്പ് കോഡും ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ അസേർട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പം അസേർഷനൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് കരാട്ടെ സംബന്ധിച്ചോളം കീക്ക് നമ്മൾ ആ ഡബിൾ കോഡ്സ് കൊടുത്തില്ലെങ്കിലും കറക്റ്റായിട്ട് വർക്കാവും. അത് ഓൾറെഡി ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കീക്ക് ഡബിൾ കോഡ്സ് കൊടുത്തിട്ടില്ല. കീ ഡബിൾ കോഡ്സ് ഇല്ലാതെയും വർക്കാവും. നമുക്കത് കറക്റ്റായിട്ട് വർക്കാവുന്നതുകൊണ്ട് നോക്കാം. നമുക്ക് ടൈറ്റിലിൻ്റെ ഡബിൾ കോഡ്സും ഓതറിൻ്റെ ഡബിൾ കോഡ്സും കളയാം. അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് അസേർഷനിൽ മാത്രം ആ ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുള്ളൂ. ഇവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഈ ഐ ഡിയുടെ കേസിലും നമുക്ക് കളയാം. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു സെനാരിയോയിൽ മൾട്ടിപ്പിൾ തിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാച്ച് എന്നുള്ള കീവേഡ്, പിന്നെ ഡോളർ എന്നുള്ള സിമ്പിൾ, അത് റെസ്പോൺസിനെ തന്നെ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ റെസ്പോൺസ് എന്നുള്ള കീവേഡ്, പിന്നെ റെസ്പോൺസും ഡോളറും കൂടെ ഉള്ള കീവേഡ്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഫസി മാച്ചേഴ്സ് ആണ്. ഇത് മാർക്കർ എന്നാണ് പറയുന്നത്. നമ്മൾ ഹാഷ് സിമ്പിൾ യൂസ് ചെയ്ത് നോട്ട് നൾ എന്നുള്ള മാർക്കർ യൂസ് ചെയ്തു. അതായത് നമ്മൾ ഹിറ്റ് ചെയ്യുന്ന APIയുടെ റെസ്പോൺസിനകത്ത് ഐ ഡിയുടെ വാല്യൂ നള്ളല്ല എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നള്ളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഫെയിൽ ആവും. അടുത്ത സെക്കൻഡ് 12th ലൈനിൽ അസേർഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെയിം അസേർഷൻ തന്നെയാണ്, പക്ഷേ ആ റെസ്പോൺസിൽ വരുന്ന ഐ ഡി എന്നുള്ള കീ നമ്മൾ ഇഗ്നോർ ചെയ്യുവാണ്. 13th ലൈനിലും സെയിം തന്നെയാണ് 11th ലൈനായിട്ട് ഉള്ള ഏക വ്യത്യാസം റെസ്പോൺസിനുള്ള കീവേഡ് യൂസ് ചെയ്ത് ഡോളർ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്ത് രണ്ടും ശരിയാണ്. ഇത് തന്നെ ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ സിനാരിയും നമ്മൾ ഇഗ്നോർ ചെയ്തു. നമുക്ക് ഈ ഒരു ഫീച്ചർ ഫയൽ റൺ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന്. അത് വർക്കായ ശേഷം നമുക്ക് ബാക്കിയുള്ള സിനാരിയോസിലും കൂടെ അസേർഷൻസ് ആഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് കുക്കുംബർ ഫീച്ചർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സിനാരിയോ മാത്രമാണ് റൺ ചെയ്യാൻ പോകുന്നത്. ബാക്കിയെല്ലാം @ഇഗ്നോർ കൊടുത്താക്കുന്നുണ്ട്. ബാക്കി സിനാരിയോസ് എല്ലാം റൺ ടൈമിൽ ഇഗ്നോർ ആയി പോകും.
എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് റിപ്പോർട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ഫീച്ചർ ഫയല് ഫെയിൽ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സിനാരിയോ ഫീച്ചർ ഫയൽ എഴുതിയത് ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് റെഡ് ബോക്സിനകത്ത് കൗണ്ട് 1 കാണിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. 13th ലൈനിലെ റെസ്പോൺസ് ആണ് ഫെയിൽ ആയേക്കുന്നത്. ഓക്കെ, മാച്ച് ഫെയിൽഡ് ഈക്വൽസ്. ഓക്കെ, നമുക്ക് എന്താ എറർ എന്നൊന്നുകൂടെ നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ഈ 13th ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ടൈപ്പ് കോഡിന്റെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിനകത്തൊന്നും സ്പേസ് കൊടുക്കും. നമ്മൾ പാസ് ചെയ്ത പേരോടിനകത്ത് ആ സ്പേസ് ഇല്ല. ഈ ഒരു സ്പേസ് വന്നുകൊണ്ടാണ് അസേഷൻ ഫെയിൽ ആയത്. നമുക്ക് ആ സ്പേസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ റെസ്പോൺസ് വരുമ്പോൾ കറക്റ്റായിട്ട് നോക്കുക. നമ്മൾ കൊടുത്ത പേലോഡ് തന്നെ ആയിരിക്കും റെസ്പോൺസ് വരേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ റെസ്പോൺസ് ഇവിടെ ജേസനായിട്ട് പാസ് ചെയ്യാഞ്ഞുകൊണ്ടാണ് എറർ സംഭവിച്ചത്. പിന്നെ നമുക്ക് 13th ലൈനിലാണ് ഫെയിലിയർ വന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ടൈറ്റിൽ നിന്നുള്ള കീക്ക് ഡബിൾ കോട്ട്സ് കൊടുത്തില്ലെങ്കിലും കറക്റ്റായിട്ട് കരേട്ടെ അത് ജേസനായിട്ട് തന്നെ അസ്യൂം ചെയ്തോളും. അപ്പം വളരെ ഇൻലൈൻ ആയിട്ട് തന്നെ നമുക്ക് പേരോട് പാസ് ചെയ്യാൻ അസേർട്ട് ചെയ്യാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും കരേട്ടെ എന്നുള്ള ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് റിപ്പോർട്ട് ഒന്നുകൂടെ നോക്കിയാൽ കാണാം 13th ലൈനിലാണ് ഫെയിലിയർ വന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഒറ്റ സിനാരിയോ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇഗ്നോർ ടാഗ് യൂസ് ചെയ്ത് സ്കിപ്പ് ചെയ്തിരുന്നു. അപ്പം ഈ മെസ്സേജ് നോക്കുമ്പോൾ കാണാം ഇതാണ് നമ്മൾ യഥാർത്ഥ റെസ്പോൺസ് ഇതാണ്. പക്ഷെ വന്നതിനകത്ത് ഈ ടൈപ്പിംഗ് കോഡിൻ്റെ അകത്ത് അല്ല, ഇത് യഥാർത്ഥത്തിൽ വന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനകത്ത് ഒരു സ്പേസ് എക്സ്ട്രാ കൊടുത്തു. അതുകൊണ്ടാണ് ഫെയിൽ ആയത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഓക്കെ, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ റിപ്പോർട്ട്. ഇത്തവണ ഫീച്ചർ ഫയൽ പാസ്സായി. നമ്മുടെ ഫീച്ചർ ഫയൽ സിനാരിയോ 1 ഉള്ളത്. അത് പാസ്സായിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അസേഷൻസ് ആഡ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സിനാരിയോസിൽ നമുക്ക് അസേഷൻ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഫെച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് റെസ്പോൺസ് പ്രിന്റ് ചെയ്ത ശേഷം ഇത് 3 ഇക്വലന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് ഇക്വലന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തൽക്കാലം ഈ 3 ലൈൻ ആഡ് ചെയ്ത്. അപ്പം അടുത്ത സിനാരിയോസിന്റെ കേസിൽ അത് വീണ്ടും ഞാൻ കോപ്പി ചെയ്യുന്നില്ല. ആദ്യത്തെ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് മാത്രമേ ഞാൻ കോപ്പി ചെയ്യുന്നുള്ളൂ. പിന്നെ അതേപടി കോപ്പി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്താക്കുന്ന പേലോഡും അനുസരിച്ച് റെസ്പോൺസിൽ ചേഞ്ച് വരും. അപ്പോൾ അതനുസരിച്ച് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ഞാനത് കോപ്പി ചെയ്തു. അതിനുശേഷം ഈ സിനാരിയോ കൊണ്ട് പേസ്റ്റ് ചെയ്യുവാണ്. അപ്പം നമ്മളിവിടെ നോക്കിക്കഴിയുമ്പോൾ കാണാം നമ്മളിവിടെ കൊടുത്തത് ടൈറ്റിൽ ജേസൺ സെർവർ എന്ന് തന്നെയാണ്, ടൈപ്പ് കോഡ് തന്നെയാണ്. അപ്പം നമ്മളൊരു പോസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്തിട്ട് ആ പോസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു റെസ്പോൺസിൽ നിന്ന് ഒരു വേരിയബിളിലേക്ക് പോസ്റ്റ് ഐ ഡി എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ പോസ്റ്റ് ഐ ഡി പാത്ത് പാരാമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ റെസ്പോൺസ് എടുക്കുവാണ്. അപ്പം അങ്ങനെ റെസ്പോൺസ് എടുക്കുമ്പോൾ ഇതേ റെസ്പോൺസ് തന്നെയാണ് വരുന്നത്. നമ്മൾ പാസ് ചെയ്ത ഇതേ പേരോടാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ റെസ്പോൺസ് ആയിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെയും കൊടുത്തു. അതിനുശേഷം ഇഗ്നോർ ടാഗ് റിമൂവ് ചെയ്തു.
പിന്നെ നമ്മൾ അടുത്തത് അപ്ഡേറ്റ് ചെയ്യുന്ന സെനാരിയോ ആണ്. അപ്ഡേറ്റ് ചെയ്യുന്ന സെനാരിയോയുടെ കേസിൽ ചെറിയ ചേഞ്ച് വരും. ആദ്യമേ നമ്മളൊരു പോസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഇങ്ങനെയാണ് പാസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ പേലോഡിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ജേസൺ സെർവറിൻ്റെ കൂടെ ന്യൂവും വന്നു. ഓതറിൻ്റെ വാല്യൂ ആയിട്ട് ടൈപ്പ് കോഡ് ന്യൂ എന്നാണ് നമ്മൾ പാസ് ചെയ്തത്. അപ്പോൾ ആ ചേഞ്ച് ഇവിടെ നമുക്ക് വരുത്തുന്നതായിട്ടുണ്ട്. ജേസൺ സെർവർ കഴിഞ്ഞ് ഒരു സ്പേസ് കഴിഞ്ഞ് ന്യൂ എന്ന് കൊടുത്തു. സോറി, ഇത് സെനാരിയോ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾക്ക് കോപ്പി ചെയ്തത് ഇവിടെയാണ്. അപ്പം ഞാൻ പാച്ചിലേക്ക് പോയായിരുന്നു. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. ഇതാണ് അപ്ഡേറ്റ്. ഇത് പാർഷ്യൽ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്തായിരുന്നു. നമുക്ക് മാറ്റം വരുത്തേണ്ടത് ഇവിടെ ന്യൂ എന്നുള്ള ഒരു വേർഡിങ് ഇവിടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് ഡീറ്റെയിൽസിൻ്റെ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് ഇഗ്നോർ എന്നുള്ള ടാഗ് റിമൂവ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് പാർഷ്യൽ അപ്ഡേറ്റ്, അതായത് പാച്ച്. ഇവിടെ പാച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാം, ആദ്യമേ ഈ ഒരു പേലോഡ് പാസ് ചെയ്ത് പോസ്റ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം പാച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു പാർഷ്യൽ അപ്ഡേറ്റ് മാത്രമേ നമ്മൾ വരുത്തുള്ളൂ. ടൈറ്റിലിൻ്റെ കീ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ജേസൺ സെർവർ ന്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ച് നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ഇഗ്നോർ ടാഗ് റിമൂവ് ചെയ്യാം. ഇനി ലാസ്റ്റ് എന്നുള്ളത് ഡിലീറ്റ് ആണ്. ഡിലീറ്റിൻ്റെ കേസിലൊരു MD അറിയാമായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നമുക്ക് അസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും ചെയ്താൽ മതി. റെസ്പോൺസ് നമുക്ക് നോക്കാം. റെസ്പോൺസ് എന്താ വരുന്നതനുസരിച്ച് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യും. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു MD റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അസേർട്ട് ചെയ്യുന്നതിൽ ഇപ്പം ഞാൻ അസേർട്ട് ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ആ ചേഞ്ചസ് പിന്നെ ഈ ചെയ്ത ചേഞ്ചസ് എല്ലാം ഞാൻ എൻ്റെ ഗിറ്റ്ഹബിലെ റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഫീച്ചർ ഫയൽ കറക്റ്റായിട്ട് ഫോർമാറ്റ് ചെയ്യാൻ പോവാണ്. ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പർട്ടി ഫോർമാറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. നമുക്കൊന്നുകൂടെ ചേഞ്ചസ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കി. ഇത് നമ്മൾ ഓൾറെഡി റൺ ചെയ്തതാണ്. രണ്ടാമത്തെ സെനാരിയോ എന്ന് പറയുന്നത് ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് ഡീറ്റെയിൽസ്, അതായത് പോസ്റ്റ് ഹിറ്റ് ചെയ്ത ശേഷം ഗെറ്റ് വെച്ച് നമ്മൾ നോക്കുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അസേർട്ട് ചെയ്ത് നോക്കുന്നത്. അടുത്തത് അപ്ഡേറ്റ് ചെയ്യുന്നത് ജേസൺ സെർവർ എന്ന് വാല്യൂ കൊടുത്തു, ടൈപ്പ് കോഡ് വാല്യൂ കൊടുത്തു. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ന്യൂ എന്നുള്ളൊരു കാര്യം ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ച് തന്നെ നമ്മൾ ഇവിടെ അസേർട്ട് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം പാർഷ്യൽ അപ്ഡേറ്റ്, ഒരു കീയുടെ വാല്യൂ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അത് നമ്മളിവിടെ അസേർട്ട് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം ഡിലീറ്റ് കേസിന് നമ്മൾ അസേർഷൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം അതൊരു MD റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഞാൻ അസേർട്ട് ചെയ്തില്ല. ജസ്റ്റ് സ്റ്റാറ്റസ് കോഡ് മാത്രം 200 ആണെന്ന് നോക്കിയിട്ടുണ്ട്. അത് മതി. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ട് നോക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ.
നമ്മുടെ അസേഷൻസ് എല്ലാം പാസ്സായിട്ടുണ്ട്. അപ്പോൾ APIസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 5 സിനാരിയോസ് ആണ് ഉള്ളത്. നമ്മൾ ഇഗ്നോ ടാഗെല്ലാം മാറ്റി എന്നിട്ട് അസേഷൻസ് കറക്റ്റായിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം റൺ ചെയ്തപ്പോൾ 5 സിനാരിയും പാസ്സായെന്ന് കാണിക്കുന്നുണ്ട്. ഫീച്ചർ ഫയലിൻ്റെ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് പാസ്സായതുകൊണ്ടാണ്. ഓരോ സിനാരിയോയുടെയും ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത അസേഷൻ എല്ലാം ഇവിടെ കറക്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ആ ഡിലീറ്റിൻ്റെ റെസ്പോൺസ് നോക്കാം. ചുമ്മാ ഒരു empty ഒബ്ജക്റ്റാണ് വരുന്നത്, JSON ഒബ്ജക്റ്റ്. അത് നമുക്ക് അസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി സ്റ്റാറ്റസ് കോഡ് നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് കരേട്ടയിൽ അസേഷൻസ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മാച്ച് എന്നുള്ള കീവേഡ്, പിന്നെ ഡോളർ എന്നുള്ളത് റെസ്പോൺസിന് ഈക്വലൻ്റ് ആണ്. ഇത് മൂന്നും പിന്നെ റെസ്പോൺസിനുള്ള കീവേഡ് യൂസ് ചെയ്തു, പിന്നെ റെസ്പോൺസും ഡോളറും കൂടെ യൂസ് ചെയ്തു. ഇത് മൂന്നും ഈക്വൽ ആണ്. ഡോക്യുമെൻറ്റേഷൻ ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ നമ്മളിവിടെ ചെയ്തത് ID എപ്പോഴും ഡൈനാമിക് ആയിട്ട് വരുന്നതുകൊണ്ട് ID നമുക്കൊരു ഫിക്സഡ് വാല്യൂ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അതിപ്പം ഇപ്പം നിലവിൽ ഒരു ഡേറ്റേ ഉള്ളൂ. രണ്ടാമത് ഹിറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് IDയുടെ വാല്യൂ 2 ആയിട്ട് മാറും. അതുപോലെ തവണ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഒരു വാല്യൂ ഇവിടെ ഇടാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ID വരുന്നുണ്ട്, പക്ഷെ അത് നള്ളല്ല എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അതാണ് ഈ ഒരു പർട്ടിക്കുലർ ഫസി മാച്ചർ, അതായത് മാർക്കർ എന്നാണ് പറഞ്ഞത്. ഈ മാർക്കർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ID നമുക്ക് വേണ്ടാത്തൊരു ID, ഒരു കീ ഉണ്ട്, നമ്മുടെ JSON റെസ്പോൺസ് ഉണ്ട്, അത് ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ #ignore എന്ന് യൂസ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പുഷ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നില്ല. വീഡിയോ ലെങ്ത് ഇനിയും കൂടും. അപ്പം നിങ്ങൾ അസേഷൻ കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. നിങ്ങൾ കൊടുത്താക്കുന്ന പേലോഡ് അനുസരിച്ചുള്ള അസേഷൻസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ, പുതിയ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യുള്ളൂ. കരാട്ടെ പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു സ്കില്ലായിട്ട് മാറും. നിങ്ങളുടെ റെസ്യൂമിൽ ഈ ഒരു സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ API ടെസ്റ്റിങ്ങിൻ്റെ ഒരു മാർക്കറ്റാണ് കൂടിക്കൂടി വരുന്നത്. അപ്പം API ടെസ്റ്റിംഗ് സ്കില്ലിനകത്ത് നമ്മൾ എത്ര ടൂൾസ് ആഡ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. നമ്മൾ ഓൾറെഡി പോസ്റ്റ്മാൻ കവർ ചെയ്തു. അതിൻ്റെ കൂടെ കരാട്ടയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ ബോണസ് ആയിട്ട് മാറും. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.